तिरंगा प्यारा झंडा ऊंचा रहे हमारा विजय विश्व तिरंगा प्यारा सदा शक्ति सरसाने वाला सदा शक्ति सरसाने वाला प्रेम सुधा बरसाने वाला वीरों को हर्षाने वाला वीरों को हर्षाने वाला मातृभूमि का तन मन सारा. ഉളിക്കൽ വൈത്തൂർ യു.പി. സ്കൂളിൽ രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആവേശപൂർവ്വം ആഘോഷിച്ചു. ദേശസ്നേഹ നിറങ്ങളിൽ മനോഹരമായി അലങ്കരിച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും വലിയ ഒരു സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ചു. ഉളിക്കൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷാജൻ സി പതാക ഉയർത്തി. സ്കൂൾ ബാൻഡ് സംഘം, സ്കൗട്ട് ഗൈഡ്, കബൂൾ എന്നിവരുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റ്, മാർച്ച് ഡ്രിൽ എന്നിവയും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉളിക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജൻ സി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ധീരദേശാഭിമാനികളുടെ ജീവത്യാഗത്തെക്കുറിച്ചും അവരുടെ ത്യാഗത്തെ വിലമതിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സന്ദേശം നൽകി. എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നെന്ന് നന്ദിയോടെ നമ്മൾ ഓർക്കണം. നമ്മുടെ ദേശീയ നേതാക്കൾ നമ്മുടെ ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളായ ഈ ഭാരതത്തെ അനേകരുടെ ത്യാഗത്തിലൂടെ, ജയിൽവാസത്തിലൂടെ, ത്യാഗോത്സവ സമരങ്ങളിലൂടെ ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുവാൻ അവർക്ക് സാധിച്ചെങ്കിൽ അവരുടെ സഹനങ്ങളുടെ നീതിബോധത്തിൻ്റെ ധാർമ്മികതയുടെ വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ആ ത്യാഗത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി ആദർശധീരരായ നേതാക്കന്മാർ ഇല്ലാതെയായി പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കാൻ വെള്ളി നക്ഷത്രങ്ങളില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ മൂല്യമുള്ള ഒരു ജീവിതം നയിച്ചാലേ നമുക്കും മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാവൂ. നമ്മുടെ സ്വാതന്ത്ര്യം പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ സ്വാതന്ത്ര്യം. എല്ലാവരുടെയും വ്യക്തിപരമായ അവകാശങ്ങൾ, അതിനുവേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാനും കഴിയുന്ന ഒരു തലമുറ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകാൻ പറ്റും. ഈ ലോകത്തിലെ സസ്യങ്ങൾ വളരുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു. അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ ജന്മവാസന അനുസരിച്ച് ജീവിക്കുന്നു. അതുപോലെ മൃഗങ്ങൾ അവർ വളരുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു, നമുക്ക് പാല് തരുന്നു, മറ്റനേക ഫലങ്ങൾ നൽകുന്നു. പക്ഷെ മനുഷ്യൻ മാത്രം വ്യത്യസ്തനാണ്. അവന് നല്ലവനാകാനും പറ്റും, മോശമാകാനും പറ്റും. അപ്പോൾ മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അധാർമികമായിട്ട് ഒരു സമൂഹമായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ തലമുറ ഈ നമ്മുടെ സഹനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ, സുഖജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ തലമുറയുടെ എങ്ങനെയും കാശുണ്ടാക്കണം എന്നുള്ള ആർത്തി, എങ്ങനെയും സൂഹിക്കണം എന്നുള്ള ആർത്തി, ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതെയായി പോകും. ഞാൻ മുമ്പ് ഇരട്ടിയിൽ ജോലി ചെയ്തപ്പോൾ എൻ്റെ CA, നല്ലൊരു CA ആയിരുന്നു, ജിജീഷ് എന്നാക്കുന്ന പേര്. അയാൾ പോകാൻ നേരത്ത്, അയാൾ നല്ല സ്റ്റേണായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. അപ്പോൾ അയാൾ പോകാൻ നേരത്ത് പറഞ്ഞു അയാൾ മദ്യപിക്കുകയില്ല. അപ്പോൾ മദ്യപിക്കാത്തവർക്കും അസുഖം വരുന്നുണ്ട്. പക്ഷേ ഞാൻ മദ്യപിക്കാതെ ജീവിക്കുമ്പോൾ എനിക്ക് രോഗം വന്നാലും എനിക്ക് കുറ്റബോധത്തിന് അവകാശമില്ല. പക്ഷേ ഞാൻ മദ്യപിച്ച് എന്തെങ്കിലും രോഗം വന്നാൽ അവിടെ എനിക്കൊരു കുറ്റബോധമായി. അപ്പോൾ അതേപോലെ നമ്മുടെ ജോലികൾ നമ്മൾ എവിടെയായിരുന്നു അവിടെയെല്ലാം നമ്മൾ നീതിയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധത്തിൻ്റെ അവകാശമില്ല. അപ്പോൾ നമ്മളൊരു കുറ്റബോധമില്ലാതെ നമ്മളൊരു മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാൻ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ജീവിതത്തിൽ മൂല്യബോധമുള്ള ഒരു തലമുറയായി നമ്മൾ തീർന്നാൽ മാത്രമേ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും
ഈ സ്വാതന്ത്ര്യം കൊണ്ടൊരു വിലയുണ്ടാവുകയുള്ളൂ. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോടി അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ, സീനിയർ അധ്യാപിക മേഴ്സി വി എം, ഫാദർ നിതിൻ കണ്ടത്തിൽ, PTA പ്രസിഡന്റ് ഷിബു ചെറിയാൻ, മദർ PTA പ്രസിഡന്റ് അൻസിറ CM, സ്റ്റാഫ് സെക്രട്ടറി ജോണിക്കുട്ടി ജോസഫ്, വിദ്യാർത്ഥി പ്രതിനിധി ബെൽവിൻ അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ദേശസ്നേഹ ഗാനങ്ങളും നൃത്തങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചു. പരിപാടികൾക്ക് ശേഷം കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും പായസവും വിതരണം ചെയ്തു. നമ്മളെല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു സുദിനം. ഈ ദിനം നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ കഷ്ടതയുടെ അടിമത്തത്തിന്റെ എല്ലാം ചങ്ങലകൾ പൊട്ടിച്ച് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിന്റെ ആഘോഷം രാജ്യമൊട്ടാകെ ഇന്ന് നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് 78 വർഷം പിന്നിട്ട ഭാരതത്തിലെ ആ 78 വർഷങ്ങൾക്ക് പിന്നിലുള്ള ഇന്ത്യയുടെ അവസ്ഥയും നമ്മുടെ ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥയും ഒരു വിശകലനം ചെയ്യാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. പക്ഷേ നമുക്കറിയാം, സ്വാതന്ത്ര്യ ദിനം ഈ ഒരു ദിവസത്തെ ആഘോഷം കൊണ്ട് മാത്രം തീരുന്നതല്ല. ഇന്നലകളെ സംബന്ധിച്ച് ചിന്തിക്കാനും ഇന്നിന്റെ ഗതിവിഗതികൾ നമ്മൾ ശ്രദ്ധിക്കാനും നാളെയെപ്പറ്റി നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നയപരിപാടികളിൽ ആസൂത്രണ പദ്ധതികളിൽ പങ്കുചേരാനും നമ്മൾ ബാധ്യസ്ഥരാണ്. സ്വന്തം നാടിനെയും സമൂഹത്തെയും വളർത്തുന്ന ഉത്തരവാദിത്വ ബോധമുള്ള നല്ല പൗരന്മാരാകുവാൻ നല്ല തീരുമാനമെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യ ദിനമായി ഈ 79ാം സ്വാതന്ത്ര്യ ദിനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവർക്കും ചേർത്തുകൊണ്ട്
ഹിമഗിരിയുടെ കൊടുമുടികളിൽ അരുണകിരണമായി ഉദിക്കുമീ ഭാരതം. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡൂർ റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.